അങ്ങനെ ഫൈനലി സിജോ തിരിച്ചു വരാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് റീ എൻട്രി ചെയ്യാൻ പോവാണ്. പക്ഷെ മൊത്തം ട്വിസ്റ്റുകളാണ് ബിഗ് ബോസ് സീസൺ 6ൽ നടക്കാൻ പോകുന്നത്. കാരണം ഇന്ന് ഒരു ഡബിൾ എവിക്ഷന് സാധ്യതയുണ്ട്. ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നത്? സിജോയെ നമുക്ക് എപ്പോൾ കാണാൻ പറ്റും? സിജോയുടെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ തന്നെ ഓക്കെ ആയോ? എവിടെയാണ്? സിജോയെ കുറിച്ച് ഒരു വിവരവും ഇല്ല. എന്താണ് അപ്ഡേറ്റുകൾ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകുന്നതിന് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ആയിട്ട് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ആ ഹാപ്പി ന്യൂസ് എല്ലാവരോടും പറയാണ്. സിജോ തിരിച്ചു വരാൻ പോവുകയാണ്. കൺഫേംഡ് ആണ്, 100% കൺഫേംഡ് ആണ്. എപ്പോഴാണ് തിരിച്ചു വരാൻ പോകുന്നത്? ഇന്നാണോ അതോ നാളത്തെ വീക്കെൻഡിൽ നമുക്ക് കാണാൻ പറ്റുമോ? സിജോ ഇന്നും നാളെ ഒന്നും അല്ല തിരിച്ചു വരാൻ പോകുന്നത്. ഒരു മിഡ് വീക്ക് റീ എൻട്രി ആണ് ഉള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. മിഡ് വീക്ക് റീ എൻട്രി, അതായത് ഈ സാറ്റർഡേയും സൺഡേയൊന്നും സിജോ കയറത്തില്ല. ഡേ 16 സിജോ വീട്ടിൽ നിന്ന് പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വീക്കെൻഡിലായിരിക്കും കയറ്റിയിടുന്നത്. പക്ഷെ വീക്കെൻഡിലല്ല, മിഡ് വീക്കിലായിരിക്കും സിജോ വരുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. മിഡ് വീക്കിൽ അതായത് ചൊവ്വയോ ബുധനോ വ്യാഴമോ ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റും സിജോ വരുന്നത്. കൺഫേംഡ് ആണ്. ഇപ്പോൾ സിജോയുടെ ഹെൽത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സിജോയുടെ എന്താ പറയുക, ലാസ്റ്റ് വീക്കെൻഡ് വന്ന സമയത്ത് സിജോ പറഞ്ഞു എൻ്റെ വായിലത്തെ സ്ക്രൂ ട്രിക്കാണ്, ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. എല്ലാം ട്രീറ്റ്മെന്റ് എല്ലാം കഴിയാറായി എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബിഗ് ബോസിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും സിജോ എന്ന് അറിയാൻ പറ്റുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുന്ന മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ബിഗ് ബോസ് പാട്ടിടും, സിജോ എൻട്രി ചെയ്യും. ഇനി ഒരു മിഡ് വീക്ക് വീക്കെൻഡ് വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിഡ് വീക്ക് വീക്കെൻഡ് വരുവാണെങ്കിൽ സിജോ അങ്ങനെ തന്നെ എൻട്രി ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ മണിക്കൂട്ടനൊക്കെ വന്നില്ലേ, മണിക്കൂട്ടനൊക്കെ പകുതി വെച്ചല്ലേ കയറി വന്നത്. നമ്മുടെ ഇടയ്ക്ക് വെച്ച് മണിക്കൂട്ടൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോയിട്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും സിജോ റീ എൻട്രി ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ അറിയുന്നതും വിശ്വസിക്കുന്നതും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ്, മിഡ് വീക്കിലായിരിക്കും സിജോ റീ എൻട്രി ചെയ്യാൻ പോകുന്നത്. അത് ഈ ആഴ്ച തന്നെ നമുക്ക് കാണാനും പറ്റും. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകില്ല, ഈ ആഴ്ച തന്നെ കാണാൻ പറ്റും എന്നാണ് അറിയുന്നത്. ഇനി ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ആഴ്ച എവിക്റ്റ് ആവാൻ പോകുന്നത്? 9 പേരായിരുന്നു ഈ ആഴ്ചത്തെ നോമിനേഷൻ ഉണ്ടായിരുന്നത്. ജാൻമണി, അഭിഷേക് ശ്രീകുമാർ, അൻസിബ, ശരണ്യ, നോറ, ശ്രീതു, ഋഷി, ശ്രീരേഖ, ജിൻഡോ ഡയറക്റ്റ് നോമിനേഷൻ. അങ്ങനെ 9 പേരുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് ആരാണ് പോകാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഒന്നാമത് കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ ആണ് സാധ്യത. മാത്രമല്ല സിജോയൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഒരു ഡബിൾ എവിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഞെട്ടാനൊന്നുമില്ല. ചിലപ്പോൾ ഒരാളെ ഇന്ന് എവിക്റ്റ് ആക്കി ഒരു സിജോ കൂടി ഓൾറെഡി, ഞാൻ ഒരു സംശയം പറയുന്നതാണ്, സിജോ ഓൾറെഡി മിഡ് വീക്കിൽ എൻട്രി ചെയ്യും. അതുകൊണ്ട് ഇനി ഒരു മിഡ് വീക്കെൻഡ് വെച്ചുകൊണ്ട് സിജോയെ എൻട്രി ചെയ്യിപ്പിച്ച് ഒരാളെ വീണ്ടും എടുത്ത് കളയാനാണോ പ്ലാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും 2 പേരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് 2 പേര് എവിക്റ്റ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീക്കെൻഡിന്റെ ഷൂട്ടിംഗ് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെ 1 മണി വരെ ഏതാണ്ട് സാറ്റർഡേയിലത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് കാണും. അതിനുശേഷം ഇവർക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം കൊടുത്തതിന് ശേഷം 2-2:30 ആകുമ്പോഴാണ് സൺഡേയിലെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് തന്നെ. അത് ഏതാണ്ട് 7 മണി 7:30 വരെ മാക്സിമം നീണ്ടുപോകും. അതായത് ബ്രേക്ക് എടുത്ത് ഓരോ തവണ ലാലേട്ടൻ ബ്രേക്ക് എടുക്കുമ്പോഴും അരമണിക്കൂറൊക്കെ കഴിഞ്ഞൊക്കെ വരുമെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ടൈം എന്തായാലും പോകും. ഒരാളാണ് എവിക്റ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ സൺഡേ എപ്പിസോഡിലായിരിക്കും. 2 പേര് എവിക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ എപ്പിസോഡ് ഇന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ലെവലിൽ അറിയാൻ പറ്റും. ഇനി എനിക്ക് തോന്നുന്നത് ജാൻമണി എന്തായാലും പുറത്ത് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാൻമണി എവിക്ഷനിലുണ്ടല്ലോ അല്ലേ? ജാൻമണി എന്തായാലും പുറത്ത് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഉള്ള ചാൻസസ്, ഏറ്റവും കൂടുതൽ ചാൻസസ് ശരണ്യയ്ക്കാണ്. പിന്നെ അൻസിബയും ശ്രീരേഖയും. ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാൾ. ജാൻമണി എന്തായാലും പുറത്തു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഡബിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അൻസിബയോ ശരണ്യയോ ശ്രീരേഖയോ 3 പേരിൽ ഒരാൾ തെറിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച ഇവർ 2 പേരാണ് ബിഗ് ബോസ് ലാസ്റ്റ് ഇറക്കിയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ശരണ്യയ്ക്കും ഈ പറയുന്ന നമ്മുടെ ജാൻമണിക്കാണ് വോട്ട് കുറവെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണയും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. എന്തായാലും കണ്ട് തന്നെ അറിയണം. ശരണ്യയ്ക്കാണ് കൂടുതൽ ചാൻസ്. ജാൻമണി ഓക്കെ, സെക്കൻഡ് ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് പൊതു അഭിപ്രായമാണ്. നമുക്കിതുവരെ വോട്ടിംഗ് ഒഫീഷ്യൽ ഒന്നും ഒരു സാധനവും കിട്ടിയിട്ടില്ല. ഞാനെങ്കിൽ നിങ്ങളോട് പറയാം, ഞാൻ അറിഞ്ഞത് ഇന്ന ആൾക്ക് വോട്ട് കുറവെന്നാണ് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ജാൻമണിയും ശരണ്യ ആയിരിക്കും ഡബിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ജാൻമണിയും ശ്രീരേഖയും, അല്ലെങ്കിൽ ജാൻമണിയും അൻസിബയും. സെക്കൻഡ് ഓപ്ഷൻ അവർ എത്രയാണ്? എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ ജാൻമണി തന്നെ ആയിരിക്കും. കാരണം ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്. അഭിഷേക് ശ്രീകുമാർ, ഋഷി,
നോറ, ശ്രീതു, ജിൻഡോ ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല വോട്ടുകൾ കിട്ടി വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ളവരിൽ ആരെങ്കിലും ആയിരിക്കാം എവിക്റ്റ് ആവാൻ സാധ്യത. ഇനി ലാലേട്ടൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആഴ്ച ചോദിക്കാനുള്ളത്? ശരിക്കും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പലരുടെയും നാക്കിന് കടിഞ്ഞാടിടാനുള്ള സമയം. കാരണം വളരെ വൃത്തികെട്ട രീതിയിൽ നമുക്കൊന്നും റിവ്യൂ പോലും പറയാൻ പറ്റാത്ത ലെവലിലുള്ള സംസാരങ്ങൾ, ജസ്റ്റേഴ്സ്, എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, മൂട് താങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ ജിൻഡോയുടെ മറ്റേ കേസുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ജാൻമണിയുടെ വിഷയങ്ങൾ, പിന്നെ സിബിൻ മിഡിൽ ഫിംഗർ പൊക്കിയ കേസുകൾ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ വീക്കെൻഡ് നടന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വാണിംഗ് ലാലേട്ടൻ കൊടുക്കണം. പറ്റുമെങ്കിൽ ഇന്നും ഒരു യെല്ലോ കാർഡ് ആർക്കെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വൈൽഡ് കാർഡിൻ്റെ കാര്യം വീണ്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട്. വൈൽഡ് കാർഡൊന്നും ഇനി ഇല്ല ഈ സീസണിൽ. 6 വൈൽഡ് കാർഡ് കയറി, ഇനി വൈൽഡ് കാർഡില്ല, ഇനി ഒരൊറ്റ റീ എൻട്രിയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തം ട്വിസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. മൊത്തം എല്ലാവരും വിചാരിക്കും സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും റീ എൻട്രി ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ അല്ല, മിഡ് വീക്കിലാണ് റീ എൻട്രി ചെയ്യാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. ഇപ്പം സിജോയുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്ന് അറിയുന്നു. ഹെൽത്തിൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 99% അവിടെ ഇരുന്നോട്ടെ. ഹെൽത്തിൻ്റെ കാര്യമാണ്, എപ്പോൾ എന്ത് പറ്റുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ ആ ഒരു ഇതിൽ പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. ഇനി ആരൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ആരൊക്കെ ആകും എന്തൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വരാം. ലാലേട്ടൻ്റെ പ്രൊമോ വരാൻ കിടക്കുകയാണ്. ലാലേട്ടൻ്റെ രാവിലത്തെ സിംഗിൾ പ്രൊമോയുടെ ഷൂട്ട് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാകും. അത് ഉടനെ വരും. ചിലപ്പോൾ 3 മണി വരെ, കഴിഞ്ഞ പ്രാവശ്യം 3 മണിക്കല്ലേ പ്രൊമോ എന്താ വന്നത്, അത് വരും. അതിനുശേഷം പിന്നെ പടപട വന്ന് തുടങ്ങും. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അറിയുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബിഗ് ബോസ് ആയിരുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പം നിങ്ങൾ സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. ബിഗ് ബോസ് മാക്സിമം ഇപ്പം ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഹൈക്കോടതിയിൽ ഒന്നിനു മീതെ കേസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റോക്കി സിജോയുടെ ആ ഒരു ഇഷ്യൂ ഒക്കെ സിജോയുടെ റീ എൻട്രിയിൽ അത് ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സിജോ എന്താ പറയുക, ഈ കേസ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് സിജോ ആ കേസ് പൂർണ്ണമായിട്ടും തീരാതെ വരില്ല എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം വീണ്ടും ചെറുതായിട്ട് ശരിയായ സിജോയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വയ്യാത്തയാളെ വീണ്ടും കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിജോയുടെ റീ എൻട്രി ഇത്രയും വൈകുന്നതെന്നാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ കയറാനുള്ളതായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ കേസും വക്കാണൊക്കെ ഒരറ്റത്ത് കിടക്കണം. ആ കേസ് കിടക്കുന്നുണ്ട്. പിന്നെ ഗേ പരാമർശം നടത്തി എന്ന് പറഞ്ഞ ഒരു കേസ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ലീലാവിലാസങ്ങൾ പുറത്ത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പേരിൽ ആരൊക്കെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ബിഗ് ബോസിൻ്റെ പേരിൽ ആകെ മൊത്തം കേസും വഴക്കുമാണ്. അപ്പോൾ ഇതൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷോ ഒന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. എൻ്റെ മോളിനും ഏഷ്യാനെറ്റിനും ബനീജയ്ക്കും ലാലേട്ടനും ഒക്കെ കേസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറേ പേരുകൾ പറഞ്ഞപ്പം ഇതിൻ്റെയൊക്കെ വിശദവിവരങ്ങൾ കുറച്ചൊക്കെ ഞാൻ അറിയുന്നവർക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ അറിയിക്കാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.